ഒരു സസ്യശൃംഗമുള്ള കാടിൽ നദീതീരത്ത് ഒരു ചെറിയ നീർ എലി സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. നീർ എലി നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ ഇഷ്ടം. അതിൻ്റെ സൗകര്യപ്രദമായ തടയണ എപ്പോഴും ശുചിത്വം പുലർത്തുകയും ബലമേറിയതായും ഇരുന്നതായിരുന്നു. ഒരു ദിവസം വെയിൽ കായുന്ന പ്രഭാതത്തിൽ എലികളും വിറകുകളും വെള്ളം ശേഖരിക്കുന്നതിനിടയിൽ നദിയുടെ മറുകരയിൽ നിന്ന് ആശങ്കാജനകമായ ശബ്ദങ്ങൾ അയാൾ കേട്ടു. നീർ എലി തകർന്ന പാലത്തിന് സമീപം ആവേശത്തോടെ ഓടിപ്പോയി. അവിടെ എല്ലാ കാടൻ മൃഗങ്ങളും ചേർന്ന് ആശങ്കയോടെ ഇരിക്കുന്നതായി കണ്ടു. പാലം പാളിച്ചവഴി വീണതിനാൽ ആരും കടക്കാൻ കഴിയുന്നില്ല. പക്ഷികൾ ആശങ്കയോടെ പറന്നു. മുടികള ശബ്ദമില്ലാതെ ഇരികെട്ടി മൃഗങ്ങളും ആശങ്കയിലായി. അയ്യോ, ഇനി നമ്മൾ എങ്ങനെ കടക്കാം? ഒരു ചെറിയ കുറുക്കൻ ചോദിച്ചു. നീർ എലി ഉറച്ച ഭാവത്തോടെ പറഞ്ഞു, ആശങ്കപ്പെടേണ്ട, ഞാൻ പാലം ശരിയാക്കും. എല്ലാ മൃഗങ്ങളും ആവേശത്തോടെ നോക്കി. നീർ എലി മണ്ണ് കയ്യിൽ എടുത്ത് ചെളികൾ കെട്ടി ഓരോ മരത്തിൻ്റെയും ജാഗ്രതയോടെ വച്ചു. ഇത് എളുപ്പമുള്ള ജോലി അല്ല, പക്ഷേ നീർ എലി ഒരിക്കലും കൈവിടാതെ മുന്നോട്ടു പോയി. കുറഞ്ഞ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ പാലം വീണ്ടും ശക്തവും സുരക്ഷിതവുമായ നിലയിൽ നിൽക്കി. നീർ എലി പിൻവാങ്ങി ചിരിച്ചു. മൃഗങ്ങൾ ഒന്നൊന്നായി സുരക്ഷിതമായി പാലം കടന്നുപോയി. എല്ലാവരും കൈയടിച്ചു. കഠിനാധ്വാനി ജലപൂച്ചയെ അഭിനന്ദിച്ചു. നന്ദി, നിങ്ങൾ ഇന്ന് ദിനം രക്ഷപ്പെടുത്തി. പക്ഷികൾ സന്തോഷത്തോടെ ചിരിച്ചു പറഞ്ഞു. നീർ എലി അഭിമാനത്തോടെ നിറഞ്ഞു. എന്നാൽ പ്രശംസയ്ക്കായി അല്ല, അത് തൻ്റെ സുഹൃത്തുക്കളെ സഹായിച്ചതിൽ സന്തോഷം കണ്ടു. ആ ദിവസം കാട് ചിരിയും സന്തോഷവും നിറഞ്ഞു. എല്ലാവരും മനസ്സിലാക്കി, ചെറിയ ജീവികളും ധൈര്യത്തോടും കരുണയോടും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. മറ്റുള്ളവരോട് സഹായം ചെയ്യുന്നത് എപ്പോഴും ലാഭകരമാണ്. കഠിനാധ്വാനം, കരുണ എന്നിവ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും.